ജീവിതത്തിൽ നല്ലൊരു സക്സസ് ഉണ്ടാകാൻ, നല്ലൊരു വിജയത്തിലെത്താൻ വേണ്ടി ആഗ്രഹിച്ച് അധ്വാനിക്കുന്നവരായിട്ടുള്ള അനേകരുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിച്ച് സക്സസ് നേടിയെടുത്ത ആൾക്കാരുണ്ട് പലരും. അപ്പോൾ ജീവിതത്തിൽ നല്ലൊരു സക്സസ് നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും, അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല വിജയം, നല്ലൊരു സക്സസ് നേടിയെടുത്തവരും അത് കൈവരിച്ചവരും ഒരുപോലെ കേൾക്കേണ്ട ഒരു ചിന്തയാണിത്. എന്താണെന്നറിയാമോ? അതായത് ജീവിതത്തിൽ നല്ലൊരു വിജയം നേടിയെടുക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു സക്സസ് നേടിയെടുക്കുക, അത് കൈവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ജീവിതത്തിൽ ഒത്തിരി വർഷക്കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ദാരിദ്ര്യത്തിലൂടെ കഷ്ടപ്പാടിലൂടെ പഠിച്ച് നല്ലൊരു വിജയം നേടിയെടുത്ത് അവസാനം നല്ലൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സമ്പത്തിൽ ഇങ്ങനെ മതിമറന്ന് ആനന്ദിച്ച് സന്തോഷിച്ച് ആ സമ്പത്തൊക്കെ നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഇങ്ങനെ ചെലവഴിച്ച് അല്ലെങ്കിൽ അതിലിങ്ങനെ മതിമറന്ന് ജീവിക്കുമ്പോൾ അതൊരിക്കലും വിജയം വരിച്ചതിൻ്റെ പൂർണ്ണതയിലെത്തുന്നില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടായതിൻ്റെ ഒരു പൂർണ്ണത അതിലില്ല. ഈ സക്സസിൻ്റെ അല്ലെങ്കിൽ ജീവിതം വിജയിച്ചതിൻ്റെ പൂർണ്ണത എവിടെ കിടക്കണമെന്ന് അറിയാമോ? ജീവിതത്തിൽ ഈ വിജയത്തിലേക്ക് എത്താൻ വന്ന വഴികളില്ലേ, ആ വഴികൾ മറക്കാതെ എന്ന് ഒരു വ്യക്തി ജീവിക്കുന്നു, അന്നാണ് വിജയത്തിന്റെ പൂർണ്ണതയിലെത്താനായിട്ട് പറ്റുക. അല്ലെങ്കിൽ സക്സസ് അവിടെയാണ് പൂർണ്ണത കൈവരിക്കുന്നത്. ഇങ്ങനെ വിജയത്തിന്റെ പൂർണ്ണതയെ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? വന്ന വഴികൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ അനുഭവിച്ചവ സകലതും മനസ്സിൽ വരുമ്പോൾ ഇതേ ജീവിതം നയിക്കുന്ന പല ആളുകളെയും അവർക്ക് സഹായിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവും. ജീവിത വിജയത്തിന്റെ ആനന്ദത്തിൽ ആസ്വദിച്ച് ജീവിക്കുമ്പോഴും വന്ന വഴി മറക്കാതിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ കണ്ണുനീരും വേദനയും കാണാനുള്ള ഒരു മനസ്സുണ്ടാവും, ഒരു ഹൃദയം ഉണ്ടാവും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 13 മുതൽ 21 വരെയുള്ള തിരുലിഖിതങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ഈശോ പറയുന്നുണ്ട്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. അതായത് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട് മാത്രമല്ല ധന്യമാകുന്നത്. മനുഷ്യജീവിതം ധന്യമാകാൻ സമ്പത്തും ആവശ്യമാണ്. തൻ്റെ ജീവിതത്തിന് വേണ്ടി മാത്രം സകലതും കരുതി കൂട്ടി ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന ആ വ്യക്തിക്ക് ഈശോയുടെ പേരെന്തെന്നറിയാമോ? ഭോഷനായ ധനികൻ. 21-ാം തിരുലിഖിതത്തിൽ ഈശോ പറയാണ്, ദൈവസന്നിധിയിൽ സമ്പന്നനാകണം, അല്ലാതെ തനിക്ക് വേണ്ടി മാത്രം ശേഖരിച്ചു കൂട്ടി വെച്ച് ജീവിക്കുന്നതല്ല സമ്പത്ത് എന്ന് പറയുന്നത്. അതല്ല സക്സസ് എന്ന് പറയുന്നത്. വന്ന വഴി മറക്കാതെ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ സമ്പന്നനാകുക. അതിനാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകുക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഇങ്ങനെ കൈത്താങ്ങായിട്ട് ജീവിക്കുന്ന വ്യക്തിയുടെ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് എപ്പോഴും സംരക്ഷിക്കപ്പെടും. അതിന് ഒരു കരുതൽ കർത്താവ് കൊടുക്കും. ഇങ്ങനെ ജീവിതത്തിൽ വിജയം നേടുമ്പോൾ മറ്റുള്ളവർക്ക് കൈത്താങ്ങായി നിന്നുകൊണ്ട് സ്വന്തം സമ്പത്ത് ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട് അതിൽ ആനന്ദിച്ച് ജീവിക്കുന്നതിനാണ് ശരിക്കും സക്സസ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും ജീവിതത്തിൽ വിജയം നേടിയെടുത്തു എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ജീവിതത്തിൽ വിജയം നേടാനായിട്ട് അധ്വാനിക്കുന്നവരും അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയം നേടിയെടുത്തവരും ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി, ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.